ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഷ്രെഡർ. ഈ ലംബോർഗിനി അതിൽ വീഴാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ ഒരു ഗ്രാമത്തെ തന്നെ ബോംബ് വെച്ച് തകർക്കാൻ പോകുന്നു. എന്നിട്ട് യുദ്ധ ടാങ്കർ ഉപയോഗിച്ച് ലംബോർഗിനിക്ക് നേരെ വെടിയുതിർക്കും. പിന്നെ ഈ കെട്ടിടത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ഡോമിനോ വെച്ച് തകർക്കും. വരാനിരിക്കുന്ന നിരവധി പരീക്ഷണങ്ങളിൽ ആദ്യത്തേതാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. റെഡിയാണോ? ഇതേതായാലും രസമായിരിക്കും. വീഴാൻ തുടങ്ങി. കമോൺ, കണ്ടോ, അത് വീഴുന്നുണ്ട്. അത് ശരിക്കും വീഴുന്നുണ്ട്. ഓടിയാലോ? ഓ, ആ ശബ്ദം കേട്ടോ? ഓ, വീഴാൻ പോവാ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോമിനോ. ഏറ്റവും പുതിയ ഡോമിനോ ആയിരുന്നു. ഡോമിനോ ചെരിയാൻ തുടങ്ങി. ഓ എന്റെ ദൈവമേ! അതേതായാലും തകർത്തു. വളരെ അടുത്തായിരുന്നു. ഈ വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും കൂളസ്റ്റ് കാര്യം ഇതല്ല. യൂട്യൂബ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്ഫോടനം ഞങ്ങൾ നടത്താൻ പോവുകയാണ്. ഒരു റോളർ കോസ്റ്ററിനെ ട്രാക്കിൽ നിന്ന് പറപ്പിക്കും. ഇനിയും കുറെ ചെയ്യാനുണ്ട്. അടുത്ത പരീക്ഷണത്തിലേക്ക് പോകാം. ധാരാളം പരീക്ഷണങ്ങൾ ഇന്ന് നടത്താനുണ്ട്. അടുത്തതായി ഞങ്ങൾ ഒരു ഗ്രാമം മുഴുവൻ ഒരു വലിയ ക്രീപ്പർ എക്സ്പ്ലോഷൻ ഉപയോഗിച്ച് തകർക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അറിവിലേക്ക് ഒരു ഹ്യൂമൻ സൈസ്ഡ് വേർഷന് ഈ വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇനി തകർക്കാൻ പോകുന്നത് ഇതിലും 50 ഇരട്ടി വലിപ്പമുള്ളതിനെയാണ്. സ്റ്റീവ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രീപ്പറിൽ നിന്ന് നീ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്റ്റീവ് രക്ഷപ്പെടില്ലെന്നാണ് പറയുന്നത്? ഒരിക്കലുമില്ല. ഇതിന് 50 ഇരട്ടി വലിപ്പമുണ്ടെങ്കിലും ഇതിൽ 200 ഇരട്ടി TNT ആണ് വെച്ചിട്ടുള്ളത്. ബൈ സ്റ്റീവ്. ഇനി നമുക്ക് ബങ്കറിലേക്ക് പോകാം. ബൈ സ്റ്റീവ്. നമുക്ക് സ്റ്റീവിനെ പാതാളത്തിലേക്ക് അയക്കാം. സ്റ്റീവിന് എന്നേക്കാൾ ഉയരമുണ്ടെന്ന് അറിയുമ്പോഴാണ് അതിന്റെ ശരിക്കുമുള്ള ഉയരം നമുക്ക് മനസ്സിലാവുക. നമ്മൾ ഗ്രീൻ സോണിലാണ്. ഇതൊരു വലിയ പൊട്ടിത്തെറിയായിരിക്കും. അത് അടുത്തെത്തി. എപ്പോഴാ പൊട്ടിത്തെറിക്കാന്ന് എനിക്കറിയില്ല. പേടിയാവുന്നു. ഓ എന്റെ ദൈവമേ, ഇത് സീനാണല്ലോ. എന്റെ അമ്മോ, എന്ത് സീനാണ്! ഇപ്പോഴും പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു സംഭവമായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ അനുവാദം ഉണ്ടോ? നമ്മൾ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. ഗോ അമേരിക്ക. അത് കൂളാണെന്ന് തോന്നിയെങ്കിലും ഇനി ഒരു കാര്യം ഞാൻ പറയാം. രസകരമായ പല പരീക്ഷണങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത പരീക്ഷണത്തിന് വേണ്ടി ഞാൻ വേറൊരു ലംബോർഗിനി കൊണ്ടുവന്നിട്ടുണ്ട്. ആഡം, ഇതാണ് നിങ്ങളുടെ ലംബോർഗിനി. താങ്ക് യു. ഇതിനു പകരം എന്താണ് തരേണ്ടതല്ലേ ചിന്തിക്കുന്നത്? അതെ, അത് തന്നെ ഞാൻ ആലോചിക്കുന്നത്. ഇതിന് എങ്ങനെയാ പറയാ? റീസെന്റ് ആയി മിലിറ്ററിയിൽ നിന്ന് ഞാനൊരു ഗ്രേറ്റ് ടാങ്ക് റെന്റിനെടുത്തു. 3 ദിവസത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ കാറിന് മുകളിലേക്ക് മിസൈലുകൾ വർഷിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കി അതിനെ സംരക്ഷിക്കാം. ഈ ലംബോർഗിനി സർവൈവ് ചെയ്താൽ നിങ്ങൾക്കൊരു പുതിയ കാർ കിട്ടും. ഈ ലാംബോയെ രക്ഷിക്കാൻ എത്ര പൈസ വേണമെങ്കിലും എടുക്കാം. അതിനാണല്ലോ ഞാൻ എന്റെ കാർഡ് തന്നത്. എന്നാ ശരി, ഞാൻ പോയി കാര്യങ്ങൾ ചെയ്യട്ടെ. പല കാര്യങ്ങളാണ് മനസ്സിലൂടെ ഓടുന്നത്. പക്ഷെ ചുരുക്കി പറഞ്ഞാൽ വെടിയുണ്ടകൾ തടഞ്ഞ് ലാംബോ നേടുക. ആദ്യം തന്നെ ആഡം ഒരു കൺസ്ട്രക്ഷൻ ക്രൂവിനെ വിളിച്ച് ആദ്യത്തെ മതിലിനുള്ള മെറ്റീരിയലുകൾ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എല്ലാ മതിലിനും എന്റെ തലയേക്കാൾ ഒരടി ഉയരം വേണം. ലാംബോയ്ക്ക് നേരിട്ട് വെടികൊള്ളാതെ സംരക്ഷിക്കാൻ പറ്റും. ഇനി എന്റെ രണ്ടാമത്തെ പരിപാടി അത് പൂളായിരിക്കും. ഞാനൊരു മിത്ത് ബസ്റ്റർ എപ്പിസോഡ് കണ്ടു. അതിലവർ ഒരു പൂളിലേക്ക് കുറെ ഷൂട്ട് ചെയ്തു. അപ്പോ അതിനും വെലോസിറ്റി തടുക്കാൻ സാധിക്കും. തന്റെ ലംബോയെ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ആഡമിന് ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അപകടത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ റോളർ കോസ്റ്റർ വാങ്ങി. അത് എങ്ങനെയാണെന്നോ? അത് പിന്നെ ഞാൻ ഈ റൈഡിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ റോളർ കോസ്റ്ററിൽ കയറിയെന്നിരിക്കട്ടെ, നിങ്ങൾ ലോഞ്ച് ചെയ്യപ്പെടുക ഈ റെയിലിൽ നിന്നാണ്. ആകെയുള്ള ചോദ്യം ഇതാണ്, എവിടെയാണ് ലാൻഡ് ചെയ്യുക? ലോഞ്ചിന് ശേഷം എത്ര ദൂരമാണ് ചെന്ന് വീഴുന്നത് നോക്കാം. ലോഞ്ചിന് മുൻപായി നമുക്കിതിൽ മാനിക്യൂൻസിനെ വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മാനിക്യൂനെ വെച്ചോളൂ. തോളിലൊരു തല വേണമല്ലോ. അവസാനത്തെ മിനുക്കുപണി. ഉന്തിക്കോ, ആദ്യം തള്ളിക്കോ, വേഗം വഴിന്ന് മാറ്. അങ്ങനെ ദാ പോകുന്നു. നല്ല സ്പീഡിലാ പോകുന്നേ. ഇനി അത് താഴേക്ക് വന്ന് റാമ്പിൽ ചെന്ന് ചാടും. ദേ നോക്കി നിന്നോ. പോകുന്ന കണ്ടോ? അത് ഗംഭീരമായി. ഒരു മിനിറ്റ്. ശരിക്കും ഒന്ന് പേടിച്ചു. സത്യം പറഞ്ഞാൽ കുറച്ചുകൂടി ദൂരത്തേക്ക് പോകുന്ന വിചാരിച്ചത്. ഇനി ഈ ചെയ്തത് ഒന്നുകൂടി ചെയ്തു നോക്കാം. ഈ പ്രാവശ്യം അതിൽ സ്ഫോടക വസ്തുക്കൾ വെക്കാം. ഈ ബോക്സുകൾക്കുള്ളിൽ കിലോ കണക്കിന് TNT വെച്ചിട്ടുണ്ട്. ഇത് തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ബങ്കറിലേക്ക് ഓടണം. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. ഓടിക്കോ. ഞാൻ ഓടുക. ഓടിക്കോ ഗൈസ്, ഓടിക്കോ. ഇപ്പൊ പൊട്ടും. വേഗം ഓട്. അതിപ്പോ പൊട്ടും. എന്റെ പൊന്നെ, വേഗം അകത്ത് കയറ്. അത് താഴേക്ക് പോവുക. അടിപൊളിയായിരുന്നു. 100 അടി ഉയരത്തിൽ പറന്നില്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾ അതിനെ ബോംബ് വെച്ച് തകർത്തു. ഈ പൊട്ടിത്തെറി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. അടുത്ത പരീക്ഷണത്തിനായി 3 സേഫുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നിന്റെ വില $1000, പിന്നെ $10000, അവസാനം $1,00,000 വിലയുള്ള സേഫ്. ഇതിന് എന്നെക്കാൾ ഉയരമുണ്ട്. ഇതിന് എത്ര സ്ഫോടക വസ്തുക്കളാണ് പ്രതിരോധിക്കാൻ കഴിയുക എന്ന് നോക്കാം. ഇത് ശരിക്കുമുള്ള സ്ഫോടക വസ്തുക്കളാണ്. ചാനലർ എന്തിനാ ഇത് കൊണ്ടുവരുന്നത്?
അവനാ എന്റെ ഡീലർ. ഓക്കെ. മെല്ലെ താഴെ വെക്ക്. ഇതിൽ അധികമൊന്നും വിലെന്ന് തോന്നിയേക്കാം, പക്ഷേ $1000 വില. എത്ര രൂപയ്ക്കാണോ ഞങ്ങൾ ഓരോ സേഫും വാങ്ങിയത് അത്രയും വിലയുള്ള TNT ഞങ്ങൾ ഉപയോഗിക്കും. ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ $1000 സേഫ് ആണോ അതോ $1000 സ്ഫോടക വസ്തുക്കളോ ഏതായിരിക്കും? ഞാൻ ഇതിൽ ഒരു മുട്ട വെക്കാൻ പോവുകയാണ്. സാധാരണ പൊട്ടിത്തെറി നടത്തുമ്പോൾ വയർലെസ് സ്വിച്ചുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇത് ഹാർഡ് വയർഡ് ആണ്. എന്തിന്? ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആ സേഫിലുണ്ടായിരുന്ന മുട്ടയുടെ പൊടി പോലും കാണാനില്ല. ഇനി 10 ഇരട്ടി സ്ഫോടക വസ്തുക്കളും 50 ഇരട്ടി ഉറപ്പുള്ള സേഫും വെച്ച് നമുക്ക് ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഈ സേഫിലുള്ളത് 3 ഇഞ്ച് കനത്തിലുള്ള സ്റ്റീലാണ്. ഒരു പെട്ടി സ്ഫോടക വസ്തുക്കൾ എടുത്തോളൂ. ഇത് എക്സ്പ്ലോസീവിന്റെ ജങ്ക ഗെയിം പോലെ ഉണ്ടല്ലോ. എന്റെ പൊന്നോ, ക്രിസ്മസ് ട്രീയുടെ അടിയിൽ സമ്മാനം വെക്കുന്ന പോലെ ഉണ്ട്. നേരത്തെയുള്ള മുട്ട തകർക്കപ്പെട്ടു. ഇനി ഈ $10,000 വിലയുള്ള സേഫിന് രക്ഷിക്കാൻ പറ്റുമോ നോക്കാം. TNTയിൽ നിന്ന് ഒരു മുട്ടയെ രക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ $10,000 ചെലവാക്കുന്നത് എന്തിനാ? സേഫുകൾ പണിയുന്നത് TNT ചേർക്കാനാണോ? ബട്ടൺ നല്ല ചൂടാണ്. നിനക്ക് അമർത്തണോ? വേണം. 2 3 1 ഗോ. എന്റെ ദൈവമേ. ബ്രോ, അടുത്തത് ഇതിനേക്കാൾ 10 ഇരട്ടി ശക്തിയുള്ളല്ലേ? ഇതിനേക്കാൾ ഇരട്ടി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 10 ഇരട്ടിയായിരുന്നു. ഓ എന്റെ ദൈവമേ, ഇത്രയും ഭാഗം കുഴിയായി പോയി. ബ്രോ, ഇത് നോളന്റെ അമ്മ വീണ സ്ഥലം പോലെ തോന്നുന്നില്ലേ? ഇത് കണ്ടോ, 10,000 രൂപയുടെ സേഫിന്റെ ഗ്ലാസ് വരെ പൊട്ടി. ഒന്നോർത്താൽ ഈ സേഫുകൾ തമ്മിൽ കുറച്ചുകൂടി അകലം വേണമായിരുന്നു. ജനിച്ചപ്പോൾ മുതൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് 1,00,000 രൂപ വിലയുള്ള സേഫിന്റെ അടുത്ത് 1,00,000 രൂപ വിലയുള്ള സ്ഫോടക വസ്തു വെച്ചാൽ അതിന് ഒരു മുട്ടയെ സംരക്ഷിക്കാൻ പറ്റുമോ? ഒരുപാട് കാലമായിട്ടുള്ള സംശയം. ഭാഗ്യമുണ്ട്. അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ഞാൻ തരാം. ഓ, എന്തൊരു കനം. ഈ സേഫിന് ചുറ്റും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1,00,000 രൂപയുടെ സ്ഫോടക വസ്തുക്കളുണ്ട്. ഈ സേഫ് ഇപ്പൊ എന്തായാലും അൺസേഫ് ആണ്. ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള പൊട്ടിത്തെറികൾ വെച്ച് നോക്കിയാൽ ഇനിയുള്ളതായിരിക്കും ഏറ്റവും വലുത്. ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഇത് വ്യാജമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇത് ശരിക്കുമുള്ള ഒരു എക്സ്പ്ലോഷൻ ആണ്. 3 2 1. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ സംസ്ഥാനത്തെ മുഴുവൻ ഉണർത്തിയിട്ടുണ്ടാവും. മുട്ട രക്ഷപ്പെട്ടു നോക്കാം. എന്റെ പൊന്നെ ബ്രോ, സേഫിന്റെ പിൻഭാഗം മൊത്തം പോയി. ബ്രോ, ഇതിന്റെ ഫൗണ്ടേഷൻ മൊത്തം പോയി. തറയിലൊക്കെ വിള്ളലാണ്. ഇത് പണിതപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ 37,000 പൗണ്ട് ഡോർ പണിയാനായിരുന്നു. പക്ഷേ ചുവരിൽ അവരൊന്നും ചെയ്തില്ല. മുട്ടയും രക്ഷപ്പെട്ടില്ല. നിങ്ങൾക്കൊരു ബാങ്ക് കൊള്ളയടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോയി $1,00,000 വിലയുള്ള TNT വാങ്ങിയാൽ മതി. ഇതിനിടയിൽ ആഡം രാത്രി മുഴുവൻ ചെലവഴിച്ച് മതിൽ പണിയുകയായിരുന്നു. സമയം പുലർച്ചെ 2 മണിയായി, പക്ഷെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഇതിനു വേണ്ടി അയാൾക്ക് ചില വിചിത്രമായ ഐഡിയകൾ ഉള്ളതുപോലെ തോന്നി. ആഡം, നിങ്ങൾ ഇത് എന്താണ് ഈ കാണിക്കുന്നത്? സ്ക്രാപ്പ് യാർഡിൽ കുറെ കാറുകൾ ഉണ്ടായിരുന്നു. ചുരുങ്ങിയത് 2 നിര കാറുകളെങ്കിലും ഞാൻ വെക്കും. സ്റ്റാക്ക് ചെയ്ത് വെക്കാനാണ് പ്ലാൻ. എഞ്ചിനുകൾ അതിന് നേരെ തിരിച്ചു വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തടയാനുള്ള ശക്തി കൂടുതലായിരിക്കും. വണ്ടിയുടെ സൈഡിൽ അത്രയ്ക്കുണ്ടാവില്ല. ആഡം ഇവിടെ കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് 2 മതിലുകൾ പണിതു, 2 നിര കാറുകൾ വെച്ചു, 3 കുളങ്ങളിൽ വെള്ളവും നിറച്ചു. ഇതെല്ലാം ഈ ലംബോർഗിനിയെ ടാങ്കിന്റെ വെടിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ്. ലംബോ ഇത് അതിജീവിക്കാനുള്ള സാധ്യത എത്രയുണ്ട്? ആ ലാംബോ എന്റെയാണ് മോനെ. ഇതിൽ ഞാൻ വിജയിച്ചിരിക്കും. പക്ഷേ കാര്യങ്ങൾ എളുപ്പമാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് നാളത്തേക്ക് എക്സ്ട്രാ സപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ബോയ്സ്, അകത്തേക്ക് കൊണ്ടുവരൂ. Oh my gosh, ജിമ്മേ. ഇപ്പോൾ ഞങ്ങൾ 2 ടാങ്കുകൾ കൂടെ കൊണ്ടുവന്ന സ്ഥിതിക്ക് എല്ലാ ഭാഗത്തു നിന്നും ലാംബോ ആക്രമിക്കപ്പെടും. ആഡമിന്റെ രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് 24 മണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ഗുഡ് ലക്ക് ആഡം, നിങ്ങൾക്ക് ആവശ്യം വരും. എന്തായാലും ഉള്ളത് പറയാലോ, എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ട്. 3 ടാങ്ക് ഉണ്ടാവുന്ന നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തേനെ. നിങ്ങൾ ഇത് പണിയുമ്പോൾ ഞങ്ങൾ പോയി ടാങ്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഓ ഗ്രേറ്റ്, താങ്ക്സ്. ക്രിസ്, ഇത് നിനക്ക് വേണോ? രക്ഷയില്ല. ഞങ്ങൾ നിർമ്മിച്ച ടെസ്റ്റിലുള്ളത് 100 പൗണ്ട് സേഫും ഒരു ട്രാംപോളിനും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുമാണ്. പക്ഷേ അതിലൂടെ കടന്നു പോയോ? അങ്ങനെ പോയിട്ടുണ്ടോ? ഓ, ഇവിടെ നിന്നാൽ എനിക്ക് അപ്പുറത്ത് കാണാൻ കഴിയും. ഇതാണ് 3 ടാങ്കുകളിൽ പവർ കുറഞ്ഞത്. ആഡമിന്റെ കാര്യം തീരുമാനമായി. ആഡം തന്റെ ലംബോർഗിനിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരെണ്ണം ഈ ഷ്രെഡറിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിന്റെ ശക്തി എന്താണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണത്. വേറെ ചില കാര്യങ്ങൾ ഷ്രെഡ് ചെയ്ത് കാണിക്കാം. കാൾ അയച്ചോളൂ. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ തുടങ്ങാം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനുള്ളിൽ നിന്ന് വരുന്നത് പിയാനോയുടെ ശബ്ദമല്ലല്ലോ. ഇനി ആ പിയാനോ ഒന്ന് കഴുകിയാലോ? അത് ശരിയാണല്ലോ. കോക്ക് പോരട്ടെ. ഇത് പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് 99% ഉറപ്പുണ്ട്. ഓ ഓ ഓ ഓ ഇതിവിടെ നടക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ക്രിയേറ്റർ ലീഗിനെ കുറിച്ച് പറയാം. ഈ ഗെയിമിംഗ് ലീഗ് കൊണ്ടുവന്നത് ഈ ഫ്യൂസും ലോകത്തിലെ ഏറ്റവും വലിയ ഗെയിമിംഗ് എന്റർടൈനേഴ്സുമാണ്. മുൻനിരയിലേക്കുള്ള സീസൺ ടിക്കറ്റും ഉണ്ടാവും. സജീവമായി ടീമുകൾ തയ്യാറാക്കുകയും തന്ത്രങ്ങൾ മാറ്റുകയും സമ്മാനങ്ങൾ പങ്കിടുകയും ചെയ്യാം. എന്റെ ദൈവമേ, ഇനി നമുക്കുള്ളത് ഹെർഷീസിന്റെ വെൻഡിംഗ് മെഷീനാണ്. ഇതിനെ ഒഴിവാക്കി തന്ന ഒരു ഉപകാരം ചെയ്തു തരാം. ദൈവമൊന്നും. അങ്ങനെ ഹെർഷീസും പോയി.
അത് സ്റ്റക്കായോ? കണ്ടില്ലേ, ഈ ഭീമൻ ഷ്രെഡറിന് പോലും ഈ ഹെർഷീസിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ക്രിയേറ്റർ ലീഗ് പാസ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ലീഗിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് വീക്കിലി ടൂർണമെന്റുകളിൽ മത്സരിക്കാം, സമ്മാനങ്ങൾ നേടാം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേഴ്സിനെ കാണാനും കഴിയും. നിങ്ങൾ 7 ദിവസത്തിനകം സൈനപ്പ് ചെയ്താൽ ഒരു ബോക്സ് ഫീസ്റ്റബിൾ സൗജന്യമായി കിട്ടും. ഇനി അടുത്തത് പോർട്ടബിൾ ടോയ്ലറ്റ്. ഇത് ഉപയോഗിക്കാൻ ക്രിസിനെ ആരാ പഠിപ്പിച്ചത്? ക്രിയേറ്ററുകൾ കളിക്കുന്ന ഗെയിമുകളുടെ മുഴുവൻ കൺട്രോളും ക്രിയേറ്റർ ലീഗ് നൽകും. ക്രിസ് താഴേക്കിടൂ. ആരൊക്കെയാണ് ടീമിലുള്ളതെന്നും റൂളുകൾ എന്തൊക്കെയാണെന്നും എല്ലാം അറിയാം. ഭയങ്കര നാറ്റം. ഈ ജങ്ക്യാർഡിൽ വന്നിട്ട് 10 മിനിറ്റായി. ഞാൻ കാര്യം സാധിക്കുകയും ചെയ്തു. ഈ ക്രിയേറ്റർ പാസ് ഒരു വോട്ടിന് തുല്യമാണ്. ലീഗിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പൂർണ്ണ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റർ ലീഗ് സൈനപ്പ് ചെയ്യുക. ഈ ഷ്രെഡർ ക്ലീൻ ചെയ്ത് ലംബോർഗിനിക്കായി തയ്യാറെടുക്കുമ്പോൾ ഞങ്ങൾ ടാങ്കുകൾ ഉപയോഗിച്ച് വേറൊരെണ്ണം ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ആഡമിന്റെ കാര്യങ്ങൾ പരുങ്ങലിലാണ്, കാരണം കെട്ടിടപ്പണിയുടെ അവസാനത്തെ രാത്രിയിലും ധാരാളം പ്രശ്നങ്ങൾ അയാൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. കടകളാണെങ്കിൽ അടച്ചും പോയി. ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടാനുമില്ല. ഇതിന്റെ അവസാനത്തെ കല്ലുകളാണ്. ഇത്രയും ചെയ്തത് തന്നെ അതിശയമാണ്. 3 ടാങ്ക് എന്ന് പറയുമ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി മുഴുവൻ പണിയെടുത്തേ പറ്റൂ. കിടന്നുറങ്ങിയാൽ പിന്നെ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റില്ല. ആഡം, ഹായ് ജമേ. ബ്രോ, നീ ഇപ്പോഴും ഇത് പണിതുകൊണ്ടിരിക്കുകയാണോ? ഒരു 5 മണിക്കൂറും കൂടെ കിട്ടുമോ ജിമ്മി? കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 20 കാറുകൾ കൂടി കൂട്ടിവെക്കാൻ ആഡമിന് സാധിച്ചു. സൈഡിൽ 4 മതിലുകൾ കൂടി പണിതു. മാത്രമല്ല 2 വലിയ കുളങ്ങൾ കൂടി വെച്ചു. നീ കാര്യമായിട്ട് പൂളൊക്കെ പണിതു, പക്ഷേ വെള്ളം നിറച്ചില്ലല്ലേ? അതെ അതെ, എന്തായാലും അത് വേണമായിരുന്നു. ടൈം മാനേജ്മെന്റ് പഠിക്കണമായിരുന്നു. അതെ അതെ അതെ. ഓ, ഇവിടെ കാറുകൾ വളരെയധികം കുറവാണെന്നാണല്ലോ തോന്നുന്നത്. ഓ, ഇവിടെ മണ്ണിട്ടിട്ടുണ്ടല്ലേ? തള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവോ? കുഴപ്പമുണ്ടാവില്ല ബ്രോ, നിങ്ങൾക്ക് ലാംബോ ഇത് വേണമെന്നില്ലേ? ശരിയാവും. ഇതെന്തായാലും ഓക്കെ, ശരിയാവും. എന്നാ ശരി. ഈ ലംബോർഗിനി എന്തായാലും നമ്മൾ ഇങ്ങനെ സിംഗിൾ പീസിൽ അവസാനമായിട്ടായിരിക്കും കാണുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എനിക്ക് 20 യഥാർത്ഥ ടാങ്ക് ഷെല്ലുകൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് മാത്രം ചോദിക്കരുത്. അതെല്ലാം തീരുന്നത് വരെ ഞങ്ങൾ വെടിയുതിർക്കൽ നിർത്തില്ല. അവർ ടാങ്കുകൾ ലോഡ് ചെയ്യുകയാണ്. ഇതെന്തായാലും ഗംഭീരമായിരിക്കും. എന്റേത് മാത്രം എന്താ ഇത്ര ചെറുത്? അത് നിനക്കറിയാലോ. അപ്പോ പരീക്ഷണം തുടങ്ങാം. നിങ്ങൾ റെഡിയാണോ? 3, 2, 1. ഓ, അയ്യോ, എന്റെ ഒരു പൂൾ. പൂള് പോയി. നോ 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 നോ. ഞങ്ങളുടെ ആദ്യ ഷോട്ട് തന്നെ ലാംബോയുടെ മുന്നിലുള്ള കുളത്തിൽ കൊണ്ടു. വെള്ളം എല്ലായിടത്തേക്കും ഒഴുകി. നിങ്ങൾ കുളത്തിൽ എത്ര വെള്ളമാണ് ഒഴിച്ചത്? ആകെ ചെളിയായല്ലോ. Fire in the hole! എന്റെ ദൈവമേ, എനിക്കിപ്പോഴും നല്ല വിശ്വാസമുണ്ട്. ഏയ്, ഈ പ്രാവശ്യം 3 കൂടി ഒരുമിച്ചാണ് വേണ്ടത്. ഓ മൈ ഗോഷ്. 3, 2, 1. ഓ, ആഡമിന്റെ മതിൽ കാരണം ഇവിടെ നിന്ന് നോക്കിയാൽ ലാംബോർഗിനി കാണാൻ പറ്റില്ല. അതുകൊണ്ട് വെടിക്കോപ്പ് തീരുന്നത് വരെ അവന്റെ കാർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയില്ല. ഓ, എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതെ, ഇത് പ്രശ്നമാവും. ടാങ്ക് റീലോഡ് ചെയ്യൂ. ക്രിസ്, കോൾ, നോളൻ. ഓ, അവിടെ നിന്റെ ഡിഫൻസ് തകർക്കുകയാണല്ലോ. ഇത് പ്രശ്നമാവും. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ്. ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു കഴിഞ്ഞു. വെടിയുതിർക്കാൻ തയ്യാറായിക്കോളൂ. എന്റെ ശക്തി ഇപ്പൊ കണ്ടില്ലേ? എന്റെ കോൺഫിഡൻസ് ഒട്ടും കുറഞ്ഞിട്ടില്ല. കാറുകളിൽ വെടികൊള്ളുന്നത് കാണാൻ എന്താ രസം. ഒന്നും കൊള്ളില്ലെന്ന് മാത്രമാണ് പ്രതീക്ഷ. നിങ്ങൾ എന്താ പറഞ്ഞേ? അവസാനത്തെ ഷോട്ട്. ആഡം, ഈ പ്രാവശ്യം നിനക്കൊരു ചോയ്സ് ഇല്ല. നീ തന്നെ വലിക്കണം. ഞാൻ തോക്കുകയാണെങ്കിൽ ഒരു ഗാങ്സ്റ്റർ പോലെ തന്നെ തോക്കും. അത് കഴിഞ്ഞു. അയാൾ ഓടാൻ തുടങ്ങി. ആഡമിന്റെ കാറിന്റെ പണി തീർന്നു. ഒന്നും കാണുന്നില്ല. ഓ, ഒന്നും കാണുന്നില്ല. ലെറ്റ്സ് ഗോ. കം ഓൺ. ഏയ്, അതിലൊറ്റ തുള പോലുമില്ലേ? നമ്മൾ രക്ഷപ്പെട്ടു മോനെ. കാറുകൾക്ക് വെടിയുണ്ടകളെ തടുക്കാനുള്ള ശക്തി ഇല്ലെങ്കിലും ലംബോർഗിനിയിൽ നിന്ന് അതിനെല്ലാം ഡിഫ്ലക്ട് ചെയ്യാൻ അവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആ പൂളിൽ ഒരു ബുള്ളറ്റ് കിടക്കുന്നു. ആ പൂളിൽ നോക്കിയ ബുള്ളറ്റ് ഉണ്ട്. ലംബോയുടെ തൊട്ട് മുന്നിലുള്ള പൂൾ ഒരു ബുള്ളറ്റിനെ വരെ തടുത്തു കഴിഞ്ഞു. ഡെഫിനറ്റ്ലി. താങ്ക് യു മിത്ത് ബസ്റ്റേഴ്സ്. ഇതിന് നന്ദി. പക്ഷേ എനിക്ക് ലംബോർഗിനിയും മൈ വേണം. ഗോഡ്. ഓ, അയാൾ അതിൽ കൊള്ളുമോ? ഏയ്, കൊണ്ടല്ലോ. ഏയ്, ഇത് നമ്മൾ ശരിയാക്കും. ഒന്നും പേടിക്കണ്ട, എല്ലാം ശരിയാവും. കൺഗ്രാറ്റുലേഷൻസ് ഓൺ ദ ലാംബോ. Thank you, Jimmy. നമുക്ക് വേറൊരെണ്ണം സ്റ്റാർട്ട് ചെയ്താലോ? ഇനിയാണ് നിങ്ങൾ ദുഷ്ടന്മാർ കാത്തിരിക്കുന്ന നിമിഷം. ഈ ലോകത്തിന്റെ ഹങ്ക് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രഡറിലേക്കാണ് പോകുന്നത്. സമയായോ? സമയമായി. താഴെ കിട്ടാലോ? കോൾ, നീ റെഡിയാണോ? റെഡി. ലംബോർഗിനിയെ അങ്ങോട്ടേക്ക് വിടൂ. ഈ സസ്പെൻസ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ ദൈവമേ, അത് അറ്റത്ത് തൂങ്ങി നിൽക്കുക. ഓ മൈ ഗോഡ്, ദാ പോന്നു. ലംബോർഗിനി വേഴ്സസ് ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രഡർ. ഓ, അത് കണ്ടോ? ഡാൻസ് കളിക്കുന്ന പോലെ ഇല്ലേ? ഇത്രയും കൂളായ കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബ്രോ, ഈ കെട്ടിടം ആടുന്നുണ്ട്. ഓ, കാർ ദേ വിട്ടുകൊടുക്കുന്നില്ല. അതിനെ കുത്തി ഇറക്കേണ്ടി വരും. ലംബോർഗിനിയുടെ ടയറിൽ അത് കുടുങ്ങി. ഇനി ആ ക്രെയിൻ അതിനെ കുത്തി ഇറക്കും. കാർ തകർക്ക്. കാർ തകർക്കൂ. അത് ചെയ്യുന്നുണ്ടല്ലോ. ഓ മൈ ഗോഡ്,
ആ കാണുന്നത് ഒരു ഷ്രെഡർ ലംബോർഗിനിയാണ്. പേടിക്കണ്ട, ഇത് ഓടില്ല, ഇത് ഡീകമ്മീഷൻ ചെയ്തതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും ഒരുപാട് വീഡിയോകൾ വരാനുണ്ട്, മിസ് ചെയ്യരുത്.